ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമ്മളെ കാണിച്ചു തന്ന നമ്മുടെ കർത്താവിന് മുന്നമേ സ്തുതി കരയേറ്റട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:29. AD 50-നും 60-നും ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ മത്തായി എഴുതിയതാണ് ഈ സുവിശേഷം. യേശുക്രിസ്തു കവർണ്ണഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ 2 കുരുടന്മാർ ചെന്ന് അപേക്ഷിച്ചതുകൊണ്ട് അവനെ പിന്തുടർന്ന് അപേക്ഷിച്ചതുകൊണ്ട് സ്വീകരിച്ച സൗഖ്യം ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അക്കാലത്ത് അന്ധത എന്ന് പറഞ്ഞാൽ യാചനകളുടെയും പാർശ്വവൽക്കരണത്തിൻ്റെയും ജീവിതമായിരുന്നു. എന്നാൽ ഈ 2 മനുഷ്യർ യേശുവിനെ കണ്ടപ്പോൾ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് അദ്ദേഹത്തിൻ്റെ പുറകിൽ നടന്നു. ജനക്കൂട്ടം പറഞ്ഞു കാണും, മാറിക്കിട എന്നൊക്കെ പറഞ്ഞു കാണും. അവർ മാറിയില്ല. അവരുടെ ശ്രമം അവസാനം വരെ അവർ നടത്തിക്കൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് വിശ്വാസമാണ്. മനുഷ്യൻ ആദ്യം മനസ്സിൽ വിശ്വസിക്കുന്നു, പിന്നെയാണ് ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം കാണുന്നത്, അല്ലെങ്കിൽ ഫലം കാണുന്നത്. ഈ വചനം യേശു പറഞ്ഞത് 2 കുരുടന്മാരോടാണെന്ന് ഓർക്കണം. അവർക്ക് കാഴ്ചയില്ലായിരുന്നു, പക്ഷേ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. യേശു അന്നേരം ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ സംശയിച്ചില്ല. അപ്പോൾ തന്നെ പറഞ്ഞു, ഉവ്വ് കർത്താവേ. അവരുടെ ആ ഉറച്ച വിശ്വാസം അതാണ് അവരുടെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. കേട്ടപ്പോൾ തന്നെ യേശു അവരുടെ കണ്ണു തൊട്ടു, അവര് സൗഖ്യം പ്രാപിച്ചു. ഇന്ന് നമ്മൾ ഏത് ഇരുട്ടിലൂടെ ആണ് കടന്നു പോകുന്നത്? ജീവിതം ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സമ്മിശ്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കണ്ട് ഭയപ്പെട്ടു പോവുകയാണ്. ആ 2 അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുന്നതിന് മുമ്പ് അവരുടെ ഉള്ളത്തിൽ ഒരു കാഴ്ചയുണ്ടായിരുന്നു. യേശുവിനെ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുമെന്ന ആ കാഴ്ചപ്പാട്, ആ ദർശനം. ഇന്ന് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. കാണുന്നതിന് മുമ്പ് വിശ്വസിക്കാൻ പഠിക്കുക. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകും. പ്രിയ സഹോദര, സഹോദരി, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ലോകം പറയാം, ഇത് നടക്കില്ല, നിനക്ക് കഴിയില്ല, നിന്റെ ജീവിതം മാറില്ല, നീ എന്തൊക്കെ ചെയ്തിട്ട് പ്രയോജനമില്ല. പക്ഷേ ദൈവം പറയുന്നു, എന്നിൽ വിശ്വസിക്കുക, എന്നിൽ മാത്രം വിശ്വസിക്കുക. ഈ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ഓട്ടമാണ്. ഈ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും ഒക്കെ ഓടുകയാണ്. എവിടെ കണ്ടാലും ആര് പറഞ്ഞാലും അവിടെ പോകും, അവിടെ ചെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കും. അതൊക്കെ ശരിയാണ്. നീ എല്ലാ സ്ഥലത്തേക്കും ഓടണ്ട, ഇരുന്ന് അടിയുറച്ച് കർത്താവിൽ വിശ്വസിക്കുക. വിശ്വാസമുള്ള മനുഷ്യൻ തോറ്റുപോകാറില്ല, പൂർണ്ണമായി തോറ്റുപോകാറില്ല. കാരണം വിശ്വാസം ഇരുട്ടിൽ പോലും വെളിച്ചം കാണാൻ സാധിക്കും. ഈ കുരുടന്മാരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ തന്നെ മറുപടി ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ജീവിതം നിശബ്ദമാകാം. പക്ഷെ അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നല്ല അർത്ഥം. മണ്ണിനടിയിൽ വിത്ത് വളരുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും
എന്നും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനായി, നിങ്ങളുടെ ആരോഗ്യത്തിനായി, നിങ്ങളുടെ ഭാവിക്കായി, നിങ്ങളുടെ തലമുറയ്ക്കായി വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഒരു ചെറിയ വിശ്വാസം പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാം. ദൈവത്തിൽ വിശ്വസിക്കൂ. സ്വന്തം ജീവിതത്തെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. നിരാശപ്പെടരുത്. നിരാശയേക്കാൾ പ്രത്യാശ തെരഞ്ഞെടുക്കണം. കാരണം പല അത്ഭുതങ്ങളും തുടങ്ങുന്നത് ആ ഒരു ചെറിയ വിശ്വാസത്തിൽ നിന്നാണ്. പ്രിയ സഹോദരി, സഹോദര, ഇവിടെ യേശു പറഞ്ഞ ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന്. യേശു ഇവിടെ പറഞ്ഞില്ല നിങ്ങളുടെ സ്റ്റാറ്റസ് അനുസരിച്ചോ, നിങ്ങളുടെ കഴിവനുസരിച്ചോ, നിങ്ങളുടെ കയ്യിലെ പണം അനുസരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം പോലെയോ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നല്ല പറഞ്ഞത്. പകരം അത്ഭുതത്തിന്റെ താക്കോൽ യേശു അവരുടെ വിശ്വാസത്തിന് നൽകി. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അളന്നെടുക്കുന്ന ഒരു പാത്രമാണ് വിശ്വാസം. നിങ്ങൾ ചെറിയ പാത്രമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കുറച്ച് തരും. എന്നാൽ നിങ്ങൾ വലിയ പാത്രവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ അത് സമൃദ്ധമായി നിറച്ചു തരും. നിങ്ങളുടെ പ്രതിസന്ധിയുടെ വലിപ്പമല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വലുപ്പമാണ് നിങ്ങളുടെ നാളെയെ തീരുമാനിക്കേണ്ടത്. എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ സകലതും പൂർണ്ണമാകും, സകലതും നടക്കും. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കും. അതാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമ്മുടെ കർത്താവിനെ രക്ഷിതാവും പിതാവുമായിട്ട് അംഗീകരിക്കുക, വിശ്വസിക്കുക, ഏറ്റുപറയുക. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. നമ്മൾ സുവിശേഷം എന്നും കാണാനും കേൾക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷെ ജീവിതം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകും. നമ്മുടെ വിശ്വാസം പതുക്കെ പതുക്കെ ചോർന്നു പോകും. അതിന് പകരം എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചോളും, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റി തരാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതം ഇത്രത്തോളം നടത്തിയത് കർത്താവിൻ്റെ കൃപയാലാണ്. ഇനിയും നടത്തു നിങ്ങളെ കൈവിടുകയില്ല. നമ്മൾ ഒരാളെ കൈവിടുകയില്ല. നമുക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, കർത്താവ്, ഈ വചനം കേൾക്കുന്ന, ഈ വചനം പങ്കു ചെയ്യുന്ന കർത്താവ്, എല്ലാ മക്കളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. എല്ലാവരോടും കരുണ തോന്നണമേ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ സുപ്രഭാതത്തിൽ അവരെ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ ഉള്ളിൽ വിശ്വാസം കർത്താവെ 100% കൊടുക്കണമേ. കർത്താവെ, നിന്നിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ വളർത്തി, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സംരക്ഷിച്ചു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി. നീ തന്ന ദാനമാണ് ഈ ജീവിതം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നീ ഞങ്ങൾക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റു, നീ ഞങ്ങൾക്ക് വേണ്ടി കുന്തത്താൽ കുത്തപ്പെട്ടു, നീ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ മുൾക്കിരീടം ചൂടി, നീ ഞങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടു, നീ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നീ ഞങ്ങൾക്ക് വേണ്ടി രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. കർത്താവെ, പലപ്പോഴും പല പ്രതിസന്ധികളും ഞങ്ങൾ തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. പലരുടെയും കുത്തുവാക്കുകൾ കേട്ട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നീ വിശ്വസിക്കുന്ന ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രതിസന്ധികൾ തകർന്നു പോകുന്നു. കർത്താവേ, എങ്കിലും നിന്റെ കരുണ നിമിത്തം ഞങ്ങളെ ചേർത്ത് നിർത്തണമേ, ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ കൃപയിൽ കീഴിൽ, നിന്റെ ചിറകിൻ മറവിൽ ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറെയാണ് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഏറെയാണ് കർത്താവെ. അടിയങ്ങളോട് പൊറുക്കണമേ. നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാനും കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രവർത്തിപ്പാനും കർത്താവെ നിനക്ക് മനസ്സുണ്ടാകണമേ.
ഇത്രത്തോളം വഴി നടത്തിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും, ഞങ്ങളുടെ സകല പ്രതിസന്ധികളെയും, ഞങ്ങളുടെ ജീവിതത്തെയും, ഞങ്ങളുടെ ഭാവിയെയും കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളെയും അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് കഴിയുന്നത് ഒന്നുമില്ല കർത്താവെ, എങ്കിൽ നിനക്ക് കഴിയാത്തത് ഒന്നുമില്ല നാഥ. ഇത്രത്തോളം ഞങ്ങളെ കരുതി, ഞങ്ങളെ വഴി നടത്തി, ഇനിയും വഴി നടത്തുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ, അന്ധന്മാരെ സൗഖ്യമാക്കിയതുപോലെ ഞങ്ങളുടെ ഓരോ രോഗങ്ങൾക്കും സൗഖ്യം നീ തരണമേ. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നിറവേറ്റി തരണമേ. ഞങ്ങളുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് തരണമേ. കർത്താവെ, പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച്, ഞങ്ങളുടെ സ്വന്തം മിത്രാദികളെ എവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മക്കളെ സമർപ്പിക്കുന്നു. സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരെ സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഓരോരുത്തരുമായിരിക്കുന്ന മേഖലകളിൽ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ അവരെ നിറയ്ക്കണമേ. നിന്റെ ചിറകിൻ മറയിൽ അവരെ മറയ്ക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങളെ കർത്താവേ, നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സകല ബലഹീനതയും പോക്കി ശക്തിപ്പെടുത്തണമേ. എത്ര കഠിന ആവശ്യങ്ങളായാലും കഠിന വേദനകളായാലും കർത്താവേ, നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും, നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും നമുക്ക് കർത്താവിൽ സമർപ്പിക്കാം. ഈ സുപ്രഭാതത്തിൽ ആശ്വാസ വാക്കുകൾ നൽകി കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം വഴി നടത്തി യേശുവെ നന്ദിയോടെ സ്തുതിക്കാം. നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളായാലും ദൈവം അനുഗ്രഹിക്കും. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കഴിവുള്ളവർ ഇത് പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹം കിട്ടുവാൻ അത് സഹായകരമാവും. താങ്ക് യു.